നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ നടത്തിയ പ്രകടനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബാലൻ ഡ്യോർ അർഹിച്ചിരുന്നു. ഏത് വർഷമാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം ശരിക്കും ഒരു ബാലൻ ഡ്യോർ അർഹിച്ചിരുന്നു. പറയുന്നത് ജെറാർഡ് പീക്കെയാണ്. ബാഴ്സലോണയിലെ അദ്ദേഹത്തിൻ്റെ സഹതാരമായിരുന്ന ജെറാർഡ് പീക്കെ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. നെയ്മർ കളിക്കളത്തിൽ ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്കുറപ്പുണ്ട് അദ്ദേഹം ബാലൻ ഡ്യോർ അർഹിച്ചിരുന്നു. ഏത് വർഷം എന്നിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹം അത് ഡിസേർവ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അടുത്ത വേൾഡ് കപ്പ് നെയ്മർ കളിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ വീട് വെറ്റുവെക്കാം അദ്ദേഹം 2026 വേൾഡ് കപ്പ് കളിക്കുമെങ്കിൽ എന്നാണ്. അപ്പോൾ ഈ പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഘട്ടത്തിൽ നെയ്മർ വേൾഡ് കപ്പ് കളിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഏതായാലും പീക്കെ പറഞ്ഞത് നെയ്മർ ശരിക്കും ബാലൻ ഡ്യോർ അർഹിച്ചിരുന്നു. ഏത് വർഷമെന്ന് ഉറപ്പില്ല എന്ന് പറയുമ്പോൾ നെയ്മറുടെ ഒരു ബാലൻ ഡ്യോർ ചരിത്രമെടുത്താൽ 2 തവണയാണ് അദ്ദേഹം പോഡിയത്തിൽ വന്നത്, 2015 2017. 3-ാം സ്ഥാനത്താണ് അപ്പോഴൊക്കെ അദ്ദേഹം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സോ ചില സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നുണ്ട് ആ വർഷങ്ങളിൽ ഒന്നിൽ നെയ്മർ ജൂനിയർക്കാണ് ബാലൻ ഡ്യോർ ലഭിക്കേണ്ടിയിരുന്നത് എന്ന്. ഏതായാലും 2015 അദ്ദേഹം ലിയോ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും പുറകിലായി. മെസ്സിയാണ് അവാർഡ് അന്ന് വിൻ ചെയ്തത്. 2017 എഗെയിൻ അദ്ദേഹം 3-ാമതായി. ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അവാർഡ് വിൻ ചെയ്തത്, ലിയോ മെസ്സി 2-ാമതായി. പിന്നെ 2016 അദ്ദേഹം 5-ാം സ്ഥാനത്ത് വന്നു. 2018 12-ാം സ്ഥാനത്ത് വന്നു. എന്നാൽ നെയ്മർ ഞെട്ടിച്ചൊരു വർഷം എന്ന് പറഞ്ഞാൽ 2011 ബ്രസീലിയൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കവേ അദ്ദേഹം ബാലൻ ഡ്യോറിൻ്റെ ടോപ്പ് 10 വന്നു. യൂറോപ്പിന് പുറത്തൊരു ലീഗിൽ കളിച്ചിട്ടൊരാൾ ബാലൻ ഡ്യോറിൻ്റെ ടോപ്പ് 10 വരിക, അത് അത്ര സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയല്ല, അത്യപൂർവമാണ്. ഏതായാലും പീക്കെ തന്നെ പറയുന്നു നെയ്മർ അർഹിച്ചിരുന്നു ഒരു ബാലൻ ഡ്യോർ എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.